ഹലോ. ഹലോ, എടാ ഞാൻ രോഹിത്താടാ. എന്താടാ രോഹിത്തെ? എടാ ഈ ഇപ്പൊ എവിടെയുള്ളത്? എന്താടാ, ഞാൻ വീട്ടിലുണ്ടാ. നീ ഒന്ന് നമ്മളെ ഗ്രൗണ്ടിലേക്ക് ഒന്ന് വരുമോ? എന്താടാ രോഹിത്തെ? അതൊക്കെ ഉണ്ടടാ, അണക്കൊരു നഷ്ടം വരാത്തൊരു കാര്യ. നീ ഒന്ന് വേഗം വാ. ഇജ്ജ് എന്താ വെച്ച കാര്യം പറയടാ. അതൊക്കെ ഉണ്ട്, ഇത് ഫോണിൽ കൂടെ പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ ഇങ്ങോട്ട് വാ, ഇത് നിനക്ക് അനുഭവിച്ചറിയാനേ പറ്റൂ. നിനക്ക് വളരെ സന്തോഷമാവും. നീ ഒന്ന് വേഗം വാ. ഇജ്ജ് എന്താ കാര്യം വെച്ച തെളിച്ച് പറയും. എനിക്കൊന്നും മനസ്സിലാവണ്ടടാ. അണക്കെന്നെ വിശ്വാസം ഇല്ലേ? ഇല്ലേ? അതെന്തടാ അണക്കൊരു മൂളല്? കഴിഞ്ഞ മാത്സ് ക്ലാസ് നീ പേനില്ലാതെ വന്നപ്പം നിനക്ക് പേനൊന്ന് സഹായിച്ചത് ഞാനല്ലേ? എന്നിട്ട് ടീച്ചറെ കയ്യിൽ നിന്നുള്ള എല്ലാ അടി വാങ്ങിയത് ഞാൻ. അത് പിന്നെ അടി കിട്ടിയാലും നിനക്ക് കണക്ക് ചെയ്യാതിരിക്കുന്നതല്ല ഇഷ്ടം. അനൂപേ, നീ തർക്കിക്കാൻ നിൽക്കല്ലേ. നിന്നെ ഞാൻ വിളിക്കണത് നിനക്ക് സന്തോഷം കിട്ടുന്ന കാര്യം മാത്രമല്ല, കുറച്ച് പോക്കറ്റ് മണിയും കൂടിയും കിട്ടും. നീ ഒന്ന് വേഗം വാ. നോ പറയേണ്ട സാഹചര്യത്തിൽ നമ്മള് നോ എന്ന് തന്നെ പറയാനുള്ള ഒരു ആർജവം നമ്മൾ നേടിയിരുന്നു. രോഹിത്തെ, ഈ എന്ത് പറഞ്ഞാലും കാര്യമില്ല, ഞാൻ വരൂല. പഠിക്കേണ്ട സമയത്ത് പുറത്തിറങ്ങി അമ്മ ചീത്ത പറയും. എന്നാ ശരി, ഞാൻ കട്ടാക്കുക. പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. എടാ അനൂപേ, നീ അറിഞ്ഞോ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് കുറച്ച് ആൾക്കാരെ നമ്മുടെ ഗ്രൗണ്ടിൽ നിന്ന് പിടിച്ചത്രേ. അതിൽ നിന്റെ ക്ലാസ്സിലുള്ള ഒരു കുട്ടിയുണ്ട്, ഞാൻ അറിഞ്ഞു. നീ അറിഞ്ഞോ അത്? ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം ശിരസ്സുയർത്തി പറയുക, ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം വരം കണക്കി കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല.